മെസ്സി വരുമെന്ന അവകാശവാദവുമായി വീണ്ടും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരളത്തിൽ ഫുട്ബോൾ ആരാധകർക്കുള്ള ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും മെസ്സി അടങ്ങുന്ന അർജന്റീന ടീമിന്റെ സന്ദർശനം. വസ്തുതകൾ മനസ്സിലാക്കാത്ത വ്യാജ പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരളത്തിൽ വരില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും കായിക മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്ന. വിവരങ്ങളുമായി അർജുൻ രാജ് തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. അർജുൻ, മന്ത്രി തന്നെയാണ് പറഞ്ഞത് സ്പോൺസറുമായിട്ടുള്ള സംസാരം അത് പൂർണ്ണമായി നടന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ വരാൻ സാധിക്കില്ല എന്നുള്ളത് മന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത്. പിന്നീട് നേരത്തെ മന്ത്രി മെസ്സി വരും എന്ന് പറഞ്ഞതും മന്ത്രി തന്നെയാണ്. പിന്നീട് വരാൻ വൈകുമെന്ന് പറയുന്നതും മന്ത്രിയാണ്. ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നു മെസ്സി വരുമെന്ന്. അങ്ങനെയെങ്കിൽ എന്ന് വരുമെന്നാണ് കായിക മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്? ബിനിൽ, എന്ന് വരുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കായിക വകുപ്പും ഒരു വ്യക്തത വരുത്താത്തത്. പക്ഷേ മെസ്സി അടങ്ങുന്ന അർജന്റീൻ ടീം കേരളത്തിലേക്ക് വരുമെന്നുള്ള അവകാശവാദം തുടരുകയാണ് കായിക മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും എന്ന് പറയേണ്ടി വരും. മന്ത്രി പരാമർശിച്ച വാക്ക് ഇങ്ങനെയാണ്: കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്കുള്ള ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും മെസ്സി അടങ്ങുന്ന അർജന്റീൻ ടീമിന്റെ സന്ദർശനമെന്നാണ് കായിക വകുപ്പ് അല്പസമയം മുമ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമ്മുടെ ഫുട്ബോൾ മേഖലയ്ക്ക് വലിയ പ്രചോദനം നൽകാൻ മെസ്സിയുടെയും സംഘത്തിന്റെയും സാന്നിധ്യത്തിന് സാധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കാതെയും ദുരുദ്ദേശത്തോടെയും ഉള്ളതാണെന്നും മന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുകയാണ്. അർജന്റീൻ ടീം കേരളത്തിലേക്ക് സൗഹൃദ മത്സരത്തിന് വരില്ലെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതുവരെ അറിയിച്ചിട്ടില്ല. കരാർ പ്രകാരം 2025 ഒക്ടോബറിലാണ് ടീം എത്തേണ്ടത്. പക്ഷേ ആ തീയതിക്ക് വരാൻ കഴിയില്ലെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. ആ കാര്യം മന്ത്രി ഈ വാർത്താക്കുറിപ്പിലും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് സമ്മതമല്ല. ഈ ഒക്ടോബർ മാസങ്ങളിൽ തന്നെ, ഒക്ടോബർ നവംബർ മാസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വരണമെന്ന ആവശ്യം തന്നെയാണ് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷന് മുൻപാകെ കേരളം വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടാണ് വീണ്ടും ഈ അവകാശവാദവുമായി കായിക മന്ത്രി തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ധനനഷ്ടം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അതായത് 13 ലക്ഷം രൂപ കായിക അർജുൻ, അതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം. സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ധനനഷ്ടമില്ല. 13 ലക്ഷം രൂപ മുടക്കി സ്പോർട്സ് വകുപ്പുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയും ഡയറക്ടറും ഉൾപ്പെടെ മന്ത്രിക്കൊപ്പം പോയത് മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അവിടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള കായിക രംഗത്തെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ചയായി. അതുകൊണ്ട് ബജറ്റ് അല്ലെങ്കിൽ ഖജനാവിന് നഷ്ടമില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. അപ്പോഴും ഇപ്പോൾ ഈ മെസ്സി വരും എന്ന് പറയുന്നത് സർക്കാർ ഉറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ? കാരണം നേരത്തെ മന്ത്രിയോട് ചോദിക്കുമ്പോൾ സ്പോൺസറാണ് അക്കാര്യങ്ങൾ സംസാരിക്കുന്നത്, കരാറിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്പോൺസർ നൽകിയ അറിയിപ്പാണോ, അല്ലെങ്കിൽ സർക്കാർ ഉറപ്പിക്കുന്നുണ്ടോ മെസ്സി വരുമെന്ന്? ബിനിൽ, ഇങ്ങനൊരു അവകാശവാദത്തിന്റെ അടിസ്ഥാനം സ്പോൺസർമാരും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള കരാറാണ്. അതായത് ഈ കരാർ പ്രകാരം ഒക്ടോബറിൽ അവർ വരുമെന്ന് ഒപ്പിട്ട കരാറുണ്ടെന്നാണ് സ്പോൺസർമാർ പറയുന്നത്. അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടിയും അവർ ആവർത്തിച്ച് പറയുന്നത് 2025 ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലേക്ക് കളിക്കാൻ വരാനുള്ള കരാർ AFI-യുമായി ഒപ്പിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് കായിക വകുപ്പിന്റെ ഈ ഉറപ്പിന്റെ അടിസ്ഥാനവും. പക്ഷേ അങ്ങനെ ആ തീയതിക്ക് വരാൻ കഴിയില്ല എന്നുള്ള കാര്യം അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ വരും എന്നുള്ള കാര്യത്തിലാണ് ചോദ്യം നിലനിൽക്കുന്നത്. അതേ സമയത്ത് തന്നെ കരാർ ലംഘനം നടത്തി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ മറ്റൊരു തരത്തിലേക്ക് നീങ്ങില്ല എന്നുള്ള ആത്മവിശ്വാസം കായിക വകുപ്പിനുണ്ട്. അങ്ങനെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കരാർ ലംഘനം. ഇപ്പോൾ കായിക മന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുകയാണ്. മെസ്സി വരും എന്നാണ് വീണ്ടും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിന്റെ ഓഫീസ് മാധ്യമങ്ങളെ അറിയിക്കുന്നത്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.